നമ്മള് ഈ അറബ്സിന്റെ വില്ലയുടെ ഉള്ളിൽ കൂടെയാ പോകുന്നത് അല്ലേ? നമുക്കൊരു പാർട്ടി വൈബ്. അപ്പൊ ഇതാണ് ലൊക്കേഷൻ. അപ്പൊ കുറച്ച് സോൾട്ടയാണ് അങ്ങനത്തെ ടേസ്റ്റ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മദാൻ കൊറിയൻ കൾച്ചറൽ സെന്ററിലാണ്. ഇവിടെ ഒരു ഇവന്റ് നടക്കുന്നുണ്ട്. സോ ഇവിടെ ഫുഡ്, സ്നാക്സ്, സർപ്രൈസസ്, പിന്നെ കൊറിയൻ എന്താ പറയുക പ്രോഡക്ട്സ് ഇതൊക്കെ അവൈലബിൾ ആണ് കേട്ടത്. ആൻഡ് ഇറ്റ്സ് എ മിനി മാർക്കറ്റ്. ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് യെസ്. അപ്പം നമുക്ക് കൊറിയൻ കാഴ്ചകൾ കാണാം. വെൽക്കം ടു പ്രിയങ്ക പ്രജിത് വ്ലോഗ്സ്. അപ്പോൾ നമ്മളിപ്പം കൊറിയൻ മിനി മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. സോ ഇതൊരു പേര് പോലെ തന്നെ കുട്ടി സംഭവമാണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് സംഭവങ്ങൾ ഇനി കാണാം അല്ലേ? എന്തൊക്കെയാണ് കെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ കെ സ്റ്റൈൽ വൈബൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാം. നമ്മുടെ എന്താ പറയുക കെ മിനി മാർക്കറ്റില് ഫസ്റ്റ് എന്താ പറയാ ഫസ്റ്റ് ഷോപ്പിലെ ഷോപ്പ് വന്നിരിക്കുന്നത് അർബൻ കുവൈറ്റിലാണ്. സാറയാണ് ഇതിന്റെ ഓണർ. സാറ ഇവിടെ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് വെച്ചിരിക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഐ ഹാവ് ടു ഷോ ദിസ് വൺ വിച്ച് ഈസ് കോൾഡ് ദ ബാൻഡന നെക്ലേസ്. ലുക്ക് അറ്റ് ദിസ്, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഇതിന്റെ ഒരു വേർഷൻ ആണ് ദിസ് വൺ. സോ ഭയങ്കര ക്രിയേറ്റിവിറ്റി ആണ്. ആൻഡ് ഷീ ഓൾസോ ഹാസ് ഇയറിംഗ്സ് വിച്ച് ഇസ് ഓവർ ദെയർ. ആൻഡ് ഈ ഇയറിംഗ്സിന് മാച്ച് ചെയ്തിട്ട് തന്നെ ഷീ പെയിന്റഡ് ദിസ് ആർ ഓൾ ദ പെയിന്റഡ് വൺസ് അല്ലേ? ഇതെല്ലാം പെയിന്റ് ചെയ്തിട്ടുണ്ട്. അതിന് മാച്ച് ചെയ്തിട്ടാണ് ഇതിന്റെ സ്ലിപ്പേഴ്സും വന്നിരിക്കുന്നത്. ഇതെന്താന്ന് മനസ്സിലായോ? ഇതാണ് സാറയുടെ സ്പെഷ്യൽ ബ്ലഷ് കേട്ടോ. ഇത് ജസ്റ്റ് വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാന്നാ പറയുന്നത്. Imported it from Morocco, right? And yeah, imported from Morocco. And what's the price? 40. It's a 4 KD. Organic. And it's organic too. ഇത് കേക്ക്സ് അങ്ങനത്തെ കാര്യങ്ങളാണ്. ഡെസേർട്ട്, ക്രീം ബേസ്ഡ് ഡെസേർട്ട് അങ്ങനത്തെ സംഭവങ്ങളില്ലേ ഇവിടെ? എന്തോ അത് മച്ച കുക്കീസ് ആണ്. ഓക്കെ. Bisma.studio അതിന്റെ ഷോപ്പാണ്. ആൻഡ് അവര് ഈ ബിസ്മ ആണ് ഇതിന്റെ ഓണർ. സോ ബിസ്മ ഉണ്ടാക്കിയതാണ് ഈ എല്ലാ ക്രോഷേ ബാഗ്. ആൻഡ് ഹർ കളർ സെലക്ഷൻ ഇസ് സോ ഗുഡ്. എല്ലാം നല്ല സൂദിങ് കളേഴ്സ് ആണ്. നമുക്കൊരു പാർട്ടി വൈബ്. ആൻഡ് യു ക്യാൻ ക്ലോസ് ലൈക്ക് ദിസ്. ഇത് ബിസ്മ ഉണ്ടാക്കിയ ഐപാഡ് കേസസ് ആണ്. എൻ്റെ കേസല്ല, ഐപാഡ് പൗച്ച്. പക്ഷെ ഞാൻ പുള്ളിക്കാരോട് പറയായിരുന്നു ഇത് പൗച്ച് മാത്രം, വേറെ യൂസിനും എടുക്കാം. ഇറ്റ്സ് വെരി നൈസ്. കണ്ടോ, ഉള്ളിലൊക്കെ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു എന്താ പറയുക കൊറിയൻ വൈബൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഒത്തിരി അതിൻ്റെ കളക്ഷൻ ഉണ്ട്.
സ്ക്വിഡ് ഗെയിമിലെ ദ ഡേഞ്ചറസ് കുട്ടീനെ ഞാൻ കാണിച്ചിരട്ടെ. നിൽക്കുന്നു. ഈ കുട്ടീനെ കാണുന്നതേ ഒരു പേടിയായിരുന്നു ആ ഫസ്റ്റ് സീരീസിൽ. കൊറിയൻ ബുക്സ്, നോട്ട് പാഡ്സ് അല്ലേ? ഇത് ഫുള്ള് കൊറിയൻ സംഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വരാൻ പറ്റിയ സ്ഥലമാണ്. ലൈക്ക് ക്യൂട്ട് ക്യൂട്ട് മഗ്സ്, ബുക്സ്, നോട്ട് പാഡ്സ് അല്ലേ? പിന്നെ ഓരോ കൊറിയൻ സ്റ്റിക്കേഴ്സ് ഉണ്ട്, ഒത്തിരി സംഭവങ്ങളുണ്ടല്ലേ. ഇതൊരു പ്രോപ്പർ കൊറിയൻ സംഭവങ്ങൾ എക്സിബിറ്റ് ചെയ്യുന്ന ഷോപ്പാണ് ഇവിടുത്തെ. ആ ഒരു എക്സാക്ട് കൊറിയൻ വൈബ് കിട്ടിയത് ഈ ഒരു ഷോപ്പിൽ വന്നപ്പോഴാണ്. ഇത് ആൽബ കോറേജ് എന്ന് പറഞ്ഞ ഒരു ഓണറിൻ്റെ ആണ് ഈ ഫുൾ സംഭവങ്ങൾ. ആൻഡ് ലുക്ക് അറ്റ് ദിസ് പില്ലോ, ഇറ്റ്സ് വെരി നൈസ്. എല്ലാം ആ ഒരു സോളിൻ്റെ ലുക്കാണ്, കൊറിയൻ വൈബ്. ഇതിൻ്റെ പ്രൈസ് ഞാൻ ചോദിക്കട്ടെ കേട്ടോ. ഇത് 5 KD-ക്കാണ് ഗൈസ്. ഇത് കൊള്ളാല്ലേ, അടിപൊളി സാധനം. അവർക്ക് തായ്ലൻഡിൽ നിന്നും ജാപ്പാനിൽ നിന്നും ഒക്കെ അവർക്ക് പ്രോഡക്ട്സ് ഉണ്ട്. ഈ കാണുന്നത് അധികവും ഈ മെജോറിറ്റി ഓഫ് ദ പ്രോഡക്ട്സ് ആർ ഫ്രം കൊറിയൻസ്. അവരവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. ചില ഐറ്റംസ് ആക്ച്വലി ഇവർ തന്നെ ഹാൻഡ് മെയ്ഡ് ആണ് അല്ലേ? കണ്ടോ, ഇത് അവർ ഹാൻഡ് മെയ്ഡ് ചെയ്തതാണ്. ഇറ്റ്സ് എ ക്യൂട്ട് ജാർ. ആൻഡ് ഇത് ചൈനീസ് ട്രഡീഷനിൽ ലക്ക് കൊണ്ടുവരുന്ന ക്യാറ്റാണ്. സോ അവരതിനെ ഇതിൽ ഒരു ജസ്റ്റ് ഒരു ഡെക്കറേഷനിൽ വെച്ചതാണ്. ആൻഡ് ഇതും പറഞ്ഞ പോലെ ഇത് തായ്ലൻഡിൻ്റെ ആണെന്ന് തോന്നുന്നല്ലേ? ടൈഗർ ലക്ക് തായ്ലൻഡിൻ്റെ ആണെന്ന് തോന്നുന്നു. ക്യൂട്ട് കൊറിയൻ പൗച്ചസ്. ആൻഡ് എന്താ പറയുക, ഇപ്പം ഈ കൊറിയൻ പ്രോഡക്ട്സ് ഭയങ്കര ഇങ്ങനെ എന്താ പറയുക, പ്രാന്ത് പിടിച്ച് നടക്കുന്ന ആൾക്കാർക്ക് പറ്റിയ സ്റ്റോർ ഇതായിരിക്കും അല്ലേ? എനിക്ക് തോന്നുന്നു അങ്ങനെ. പിന്നെ ഇത് വേണ്ട, ഇത് കണ്ട എന്താ തോന്നുന്നത്? ഏട്ടൻ പറ, എന്തെങ്കിലും തോന്നുന്നുണ്ടോ? കഴിക്കാനുള്ള എന്തോ സാധനം, സൂഷി പോലെ ഉണ്ടല്ലേ? പക്ഷെ സൂഷി ആയത് സോക്സ് ആണ്. എല്ലാം കൊറിയൻ സ്റ്റൈലിലാണ് കേട്ടോ അവിടെ ഉള്ളത്. ഈ ഒരു സ്റ്റോർ അടിപൊളിയാണ്. അപ്പം ഈ ഒരു ഇയറിംഗ് ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതിന് 3 KD ആണ് അവർ പ്രൈസ് പറഞ്ഞത്. പക്ഷെ നല്ല രസമുണ്ട് അല്ലേ? ഒരു വെറൈറ്റി പാറ്റേൺ ആണ്, നല്ല ബ്യൂട്ടിഫുൾ സ്റ്റോൺസ് ഒക്കെ ആയിട്ട് നൈസ്. അതുപോലെ വേറൊരു ക്യൂട്ട് പീസ്. ഈ ബ്രേസ്ലെറ്റും നല്ല രസമുണ്ട് കേട്ടോ. ഒരു കാണാത്തൊരു ചാംസ് ഒക്കെ ഉണ്ട്, ഒരു നല്ല ഷെയ്ഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അതേ കുറേ കീ ചെയിൻസ് ഉണ്ട് കേട്ടോ. കുറച്ച് വെറൈറ്റി സംഭവങ്ങളാണ് കേട്ടോ. നമ്മുടെ റാമനൊക്കെ, റാമനാണോ ഇത്? ഇവരുടെ സോപ്പും സംഭവങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. സോ ക്യൂട്ട് കേട്ടോ. ഇങ്ങനത്തെ കീ ചെയിൻസ് ഒക്കെ ഇതിന് കാണാൻ കിട്ടാറില്ല. ഓ മൈ ഗോഡ്, ദിസ് സ്ക്വിഡ് ഗെയിമിലെ വില്ലത്തി കുട്ടി. ലുക്ക് അറ്റ് ദിസ്. ഇത് ഏട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത്. ഓഫ് കോഴ്സ് ദ ഡ്രാഗൺ ഫ്ലൈയിലെ അതിൻ്റെ പിങ്കും ബ്ലൂ ഒക്കെ ഉണ്ട്. ക്യൂട്ട് ക്യൂട്ട് ഫ്ലവേഴ്സും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ ഇതൊരു കൊറിയൻ കുട്ടിയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ. ദിസ് ഈസ് ഓൾ നൈസ്. കൊറിയൻ സ്റ്റോറിൽ വന്നിട്ട് കൊറിയൻ സംഭവം കണ്ടിട്ടില്ലെങ്കിലേ കൊറിയൻ ഫ്ലാഗ് കാണണം ആദ്യം അല്ലേ? പക്ഷേ ഇതൊരു മാലയാണ് കേട്ടോ. ഇറ്റ്സ് വെരി നൈസ്. ഒരു നമ്മുടെ ഇന്ത്യൻ്റെ ഫ്ലാഗിലും ഇങ്ങനെ ഒരു സാധനം ഇറക്കിയാൽ ഞാൻ മേടിച്ചിട്ടേനെ. ബൈ ദ വേ പറയാൻ മറന്നുപോയത് എന്താ വെച്ചാൽ ഇന്ന് കൊറിയൻ്റെ ലിബറേഷൻ ഡേ പ്രമാണിച്ചിട്ടാണ് അവർ ഈ ഇവൻറ്റ് നടത്തിയത്. നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയും ഇതേ ദിവസമാണ്. ലിബറേഷൻ ഡേ എന്നാണെന്നാണ് കേട്ടോ തോന്നുന്നത്. കാരണം ഞാൻ അങ്ങനെയാണ് അവരുടെ പോസ്റ്ററിൽ കണ്ടത്. ലിബറേഷൻ ഡേയുടെ അവസരത്തിൽ അവരിങ്ങനെ ഒരു എക്സിബിഷൻ ഒരുക്കിയെന്നാണ് കണ്ടത്. സോ നമുക്കിനി അടുത്ത സ്റ്റോറിലേക്ക് പോവാം. Can I include you? No. Products only. Yeah, he is very much obsessed with tiramisu. എവിടെ tiramisu?
കാണിച്ചേ, ഒരു കുട്ടി തിരാമിസ് ആണെന്ന് തോന്നുന്നല്ലേ. ഓക്കെ, സോ അടുത്ത പർച്ചേസ് തിരാമിസ്. കുറെ കൊറിയൻ സ്റ്റിക്കേഴ്സ് ഒക്കെയാന്ന് തോന്നുന്നല്ലേ. നല്ല രസമുണ്ടല്ലേ. അപ്പം ഇതാണ് കുവൈറ്റിലെ ഓൺലി കൊറിയൻ കൾച്ചറൽ സെന്റർ. സോ ഈ കൊറിയൻ കൾച്ചറൽ സെന്ററിൽ ഇവർ ആക്ച്വലി ലാംഗ്വേജ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി ഇവന്റ്സും എക്സിബിഷൻസ് ആയിട്ടൊക്കെ ഇവർ നടത്താറുണ്ട്. ഇടയ്ക്ക് ഓരോ ഈവന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ കാണാറുണ്ട്. പക്ഷെ നമ്മൾ വരുന്നത് ആദ്യമായിട്ടാ. സോ ഈ ഇവരുടെ കുക്കിംഗ് ക്ലാസ്സസോ അങ്ങനത്തെ എന്തൊക്കെയോ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്കൊന്ന് മൂവീസ്, കൊറിയൻ മൂവീസ് ഒക്കെ ഇവർ പ്ലേ ചെയ്യാറുണ്ട്. അപ്പൊ അതെനിക്ക് തോന്നുന്നു എസ്പെഷ്യലി ഫോർ ഈ ലാംഗ്വേജ് ക്ലാസ്സസ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അതിന്റെ പാർട്ടായിട്ടാണ് ഈ ഒരു കുട്ടി ലൈബ്രറി സെറ്റപ്പും. ഇത് ഫുൾ കൊറിയൻ ബുക്സ് ആണ് കേട്ടോ. ലാംഗ്വേജ് പഠിക്കുന്നതിന് കൂടെ ഇവിടുന്ന് ബുക്സും എടുക്കാം. അപ്പം സോ ദാറ്റ് യു ക്യാൻ ഇംപ്രൂവ് യുവർ ലാംഗ്വേജ്. കൊറിയൻ ലാംഗ്വേജ്. കൊറിയൻ ലാംഗ്വേജ്. കൊറിയയിൽ പോകുമ്പോൾ ഇത് ആവശ്യം വരുന്ന എനിക്ക് തോന്നുന്നത് കേട്ടോ. നോക്കാനറിയാവോ? ഡിക്ഷണറി എന്ന് പറയുമ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യല്ലോ ഇംഗ്ലീഷിലേക്ക്. ഓ, പക്ഷെ കൊറിയൻ ലാംഗ്വേജ് അറിയണ്ടേ അല്ലേ? അത് ശരിയാ. അങ്ങനെയാണോ കൊറിയന്റെ അയ്യോ പറക്കുന്നില്ല, നേരത്തെ പറഞ്ഞതാ. സോറി ഗൈസ്, അത് പറക്കുന്നില്ല. കുറച്ച് മുന്നേ പറഞ്ഞതായിരുന്നു. അപ്പൊ നമ്മള് പണ്ട് പൈക്കി തെളിച്ച സംഭവങ്ങളല്ലേ കേട്ടോ. പിന്നതെ ബട്ടർഫ്ലൈ, ഇതൊക്കെ ഫ്രീ ക്രാഫ്റ്റിംഗ് ആട്ടോ. ഇവരെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ കുട്ടികളൊക്കെ വരുമ്പോ ഫണ്ണാക്കാൻ വേണ്ടിയിട്ട് അവര് ഫ്രീ ആയിട്ട് വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ്. So you can do the art tours. So when you go to reception desk, there are some art tours. So you can choose what you want to do, and then here you can make them. Oh wow. Like this. Yes. Or also there is a bracelet. Yeah. And one more for... Yeah, the scissors. No, rockets. Yeah. Right? The rocket. That's nice. ഇവിടെ ഒരു വലിയ റൂമാണ് കേട്ടോ. നല്ല സ്പേസ് ഉണ്ട്. സോ ഒത്തിരി പേർക്ക് ഇവിടെ വന്നിരുന്നിട്ട് ഇതൊക്കെ ചെയ്യാം, ആക്ടിവിറ്റീസ് ഒക്കെ. ഇവിടെ ഇവര് കൊറിയൻ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൊറിയൻ ലാംഗ്വേജ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞത് ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ട്. 5 ലെവൽസ് ഉണ്ട്. ആൻഡ് ഈച്ച് ലെവൽ ഹാസ് 10 ക്ലാസ്സസ്. അപ്പോൾ മൊത്തം 50 ക്ലാസ്സസ് ഉണ്ട്. 50 ക്ലാസ്സസ് 1.5 hours ഈച്ച് ക്ലാസ്. വീക്ക്ലി 2 days ആണ് ക്ലാസ്സസ് ഉള്ളത്. അങ്ങനെ അത് വർക്കിംഗ് ഡേയ്സിലാണ് അവർ വെച്ചത്. അതെന്താ അങ്ങനെയെന്ന് അറിയില്ല. ഈവനിങ് ആഫ്റ്റർ വർക്കിംഗ് അവേഴ്സ്. ബട്ട് സ്റ്റിൽ വീക്കെൻഡ്സിലൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെയും മാനേജബിൾ ആയിരിക്കും. വർക്കിംഗ് ഡേയ്സിലൊക്കെ വരും അല്ലേ, ഉണ്ടാവും. കാരണം ഈ കൾച്ചറൽ സെന്റർ തുടങ്ങിയിട്ട് ഒത്തിരി നാളായിട്ടോ. സോ ഇറ്റ്സ് വെരി ഗുഡ്. പിന്നെ ഒരു സർട്ടിഫിക്കേഷൻ ടെസ്റ്റും ഒക്കെ നടത്തുന്നുണ്ട് ഇവിടെ. ഓരോ ലെവല് കഴിയുമ്പോൾ ഒരു സർട്ടിഫിക്കേഷൻ ടെസ്റ്റ്, ഒരു ലെവൽ ഓഫ് ടെസ്റ്റ് ഉണ്ട്. എത്ര ലെവൽസ് ആണ് പറഞ്ഞത്? 5 ലെവൽസ്. റൈറ്റ് യുവർ തോട്ട്സ് സോൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇവിടെ ആക്ടിവിറ്റീസ് ചെയ്തവർക്കുള്ള ഒരു ഫീഡ്ബാക്ക് ഏരിയ ആണിത്. കൊള്ളാം അല്ലേ, നല്ല രസമായിട്ട് അവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഇത് കാരിക്കേച്ചർ ഡ്രോ ചെയ്യുന്ന പ്ലേസ് ആണ്. നമ്മൾ പല സ്ഥലത്തും കാരിക്കേച്ചർ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ അത്
കീച്ചെയിൻ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനത്തെ വെറൈറ്റി ഒന്നും കാണാറില്ല അല്ലേ? നമ്മൾ ഇത്രയും നാളും കാരിക്കേച്ചർ ഇങ്ങനെ വരയ്ക്കുന്നതൊക്കെ കണ്ടിട്ടുള്ളൂ. കാരിക്കേച്ചർ ഇവിടെ ഒരു കോമൺ ഇവന്റ് ആയിട്ടുണ്ട് ഇപ്പൊ. എല്ലാ മോൾസിലും ഷോപ്പിംഗ് മോൾസിലൊക്കെ പോകുമ്പോൾ കാരിക്കേച്ചർ കാണാറുണ്ട്. പക്ഷെ അതിങ്ങനെ കീച്ചെയിൻ ആക്കി കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്. I think this was there on the ad also, right? This, I saw this ad. Oh, thank you. You can choose your colors if you want. Okay. Yeah. It's all customizable. Yeah. Yes, exactly. Nice. മദാങ് എന്നുള്ള വേർഡിന്റെ മീനിങ് ആണ് കേട്ടോ ഈ പറഞ്ഞിരിക്കുന്നത്. മദാങ് ഇസ് ട്രാൻസ്ലേറ്റഡ് ആസ് എ ഫ്രണ്ട് യാർഡ് വേർ എൻഡ്ലെസ് പോസിബിലിറ്റീസ് അൺഫോൾഡ്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവർ ഇതിലിങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സോ മദാങ്ങിൽ ജോയിൻ ചെയ്യാനും എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഇവർ ചെയ്യുന്നത്, അതൊക്കെ ഇവർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് വില്ല നമ്പർ 23 ആണ്. ഈ വില്ലയ്ക്കകത്താണ് ഇവർ ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. മദാങ് കുവൈറ്റ് പെർമനൻ്റ്ലി ഇവിടെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നാണ് അവർ പറഞ്ഞത്. കാരണം ഇവിടെ ലൈബ്രറിയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇത് പെർമനൻ്റ്ലി അവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെയാണ് അവരുടെ എല്ലാ പ്രോഗ്രാംസും നടക്കുന്നത്, ആക്ടിവിറ്റീസും ഈവൻസും ഒക്കെ. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. കാരണം ഇത് കുവൈറ്റ് റെസിഡൻഷ്യൽ ഏരിയയാണ്. റെസിഡൻഷ്യൽ ഏരിയയ്ക്ക് അകത്തായിട്ടാണ്. അപ്പം അവിടുത്തെ ഒരു വില്ലയിലാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് ഇവിടേക്ക് വന്ന സമയത്ത് ഇത് ഒരു വില്ലയായിട്ടാണല്ലോ വിചാരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഒരു എക്സിബിഷൻ ഈ ഒരു വില്ലേൻ്റെ അകത്ത് നടക്കുന്നുണ്ടെന്ന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇവിടെ വരുന്ന കുറേ പേര് കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം ഞങ്ങളടുത്ത് ഒത്തിരി പേര് വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയാണോ, ആർക്കും വലിയ നിശ്ചയമില്ല അല്ലേ ഈ ഒരു ഇവന്റ് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണോ, ബിക്കോസ് ഇറ്റ്സ് എ വില്ല. സോ അപ്പോൾ ഇതാണ് ലൊക്കേഷൻ. അപ്പോൾ ഇനി മദാങ് കുവൈറ്റിൻ്റെ എക്സിബിഷൻ എപ്പോൾ നിങ്ങൾ കാണുവാണെങ്കിലും, ഐ മീൻ ദിസ് ഇസ് ഫോർ പീപ്പിൾ ഹു ആർ സെറ്റിൽഡ് ഇൻ കുവൈറ്റ്. അപ്പം ഇവിടെ ഈ വില്ല നമ്പർ 23 വന്നാൽ മതി. ഞങ്ങളപ്പം കൊറിയൻ മിനി മാർക്കറ്റൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനി നേരെ ഡിന്നർ കഴിക്കാനുള്ള പ്ലാനാണ്. അപ്പം അവിടെ അത്ര അധികം എന്താ പറയുക ഈ ഒരു ഡിന്നർ എന്താ പറയുക അങ്ങനത്തെ ഫുഡൊന്നും അവൈലബിൾ അല്ല. സോ അതുകൊണ്ട് നമ്മൾ ഇന്നൊരു കൊറിയൻ വൈബ് പിടിച്ചിട്ട് കുവൈറ്റിലെ ഒരു കൊറിയൻ റെസ്റ്റോറൻറ്റ് തപ്പി പോവുകയാണ് കേട്ടോ. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഓംലെറ്റ് സാമിയ അല്ലേ, അങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു. വലിയ ഐഡിയ ഒന്നും ഇല്ല. കാരണം ഇതിൻ്റെ സ്പെല്ലിങ് കാണിക്കുന്നത് പോലെ തന്നെയാണോ പ്രൊണൗൺസിയേഷൻ എന്നൊന്നും വലിയ ഐഡിയ ഇല്ല കേട്ടോ. പക്ഷേ ഇതാണ്, ഞാനതിൻ്റെ പേര് എഴുതി കാണിക്കാം. അപ്പം അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. നമ്മൾ ഇതിൻ്റെ റിവ്യൂ ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ, ആരും പറഞ്ഞു കേട്ടിട്ടുമില്ല, യൂട്യൂബിലൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല. സോ ലെറ്റ് സീ ആൻഡ് അവിടെ എത്തിയിട്ട് ഇനി ബാക്കി. അയ്യോ അവിടെ പോയി മറഞ്ഞു. ഇത് കുവൈറ്റിലെ ഡബിൾ ഡെക്കർ ബസ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ്. ആക്ച്വലി സ്പീക്കിംഗ് ഇതുവരെ ഞാൻ എന്താ പറയുക ഈ ഒരു ഡബിൾ ഡെക്കറിൽ നമ്മൾ ട്രാവൽ ചെയ്തിട്ടില്ല അല്ലേ? ഞാൻ പോയിട്ടുണ്ട് ഒരു തവണ. ഇത്രയും വർഷമായിട്ട് ഞാൻ കുവൈറ്റിലെ ഡബിൾ ഡെക്കറിൽ പോയിട്ടില്ല. ഞാൻ ട്രിവാൻഡ്രത്ത് എൻ്റെ മമ്മിയുടെ സിസ്റ്ററും ഫാമിലിയൊക്കെ ഉണ്ട്. സോ അവിടെ ഞങ്ങൾ വെക്കേഷന് പോകുന്ന സമയത്തൊക്കെ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങൾ ചുമ്മാ ഒരു ഡബിൾ ഡെക്കറിൽ കയറി നമ്മൾ ഹോൾ ഫാമിലി, എന്നിട്ട് ഒരു സ്റ്റോപ്പിൽ നിന്ന് കയറിയിട്ട് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി ജസ്റ്റ് ടു എക്സ്പീരിയൻസ് ദാറ്റ് ഡബിൾ ഡെക്കർ. എന്നിട്ട് എന്താ പറയുക മമ്മിയുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് അതായത് സദേവങ്കൾ അവിടെ വെയിറ്റ് ചെയ്യും ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഡബിൾ ഡെക്കറിൽ കയറിയിട്ട് അടുത്ത സ്റ്റോപ്പ് എത്തിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പിക്ക് ചെയ്യായിരുന്നു. അതൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് കേട്ടോ.
സോ ആ ഒരൊറ്റ എക്സ്പീരിയൻസേ എനിക്കുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും ഏട്ടനോട് പറയാറുണ്ട്, ഈ കുവൈറ്റിൽ നമുക്കും ഇതുപോലെ ചെയ്യണം, ചുമ്മാ ഒരു സ്റ്റോപ്പ് കയറിയിട്ട് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുക, അങ്ങനെ ഡബിൾ ഡെക്കർ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. എന്നുവെച്ചാൽ അതിൻ്റെ മുകളിലിരുന്ന നല്ല വ്യൂ ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞങ്ങളപ്പോൾ സാൽമിയിലെത്തി റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുകയാണ്. സംഭവം എവിടെയാന്ന് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. എവിടെയായിരിക്കും ഏട്ടാ? കണ്ടുപിടിക്കണം. അങ്ങനെ നടന്ന് അപ്പം ഓംലെറ്റ്സ് ആയ സാമിയാങ്ങോ സാമിയാങ് ഞങ്ങളുടെ പിന്നിലുണ്ട്. ഇത് കൊറിയൻ റെസ്റ്റോറന്റ് ആണ് എഴുതിയത്, പക്ഷെ ഏട്ടൻ പറയുന്നത് കണ്ടിട്ടൊരു ഫിലിപ്പിനോ വൈബാണ് അല്ലേ? അറിയില്ല, അവിടെ എഴുതിയിട്ടുണ്ട്, ചിലപ്പോൾ മിക്സ് ആയിരിക്കും. എന്തായാലും ഒരു പുതിയ റെസ്റ്റോറന്റ് ആണ്. സോ ലെറ്റ്സ് എക്സ്പ്ലോർ. ഈ കാണുന്ന കുട്ടി റെസ്റ്റോറന്റ് ആണ് കേട്ടോ. പക്ഷേ ഇവർക്ക് ഔട്ട്ഡോർ സെറ്റപ്പ് ഉണ്ട്. പക്ഷെ ഔട്ട്ഡോർ സെറ്റപ്പിൽ ഇപ്പൊ നമുക്ക് ഇരിക്കാൻ പറ്റില്ല കേട്ടോ. ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്, എനിക്കറിയില്ല എങ്ങനെയാ അവർ ഇരിക്കുന്നത് ഇവിടെ. ചൂടെടുക്കുന്നതുകൊണ്ട് പുറത്തിരിക്കില്ലെന്ന് പറഞ്ഞ ആൾക്കാരാ. പക്ഷെ അകത്ത് അധികം സ്പേസ് ഒന്നുമില്ല, ഭയങ്കര ഒരു ആംബിയൻസ് ഒന്നുമില്ല. പക്ഷെ ഇവിടെയാണ് ആംബിയൻസ് ഉള്ളത് അല്ലേ? പക്ഷെ ചൂടുണ്ട് കേട്ടോ. വേണ്ട, ഇവിടെ ഒരു വൈബ് അടിച്ചിരിക്കാം. നല്ല രസമുണ്ട് ഈ ഒരു സ്പേസ്. ഇത് ആക്ച്വലി ഒരു ഫുഡ് കോർട്ട് ഫീലിംഗ് ആണ്, പക്ഷെ ഒരു ഔട്ട്ഡോർ സ്പേസിൽ ഇരുന്നിട്ട്. ബിക്കോസ് ഇവിടെ ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ സിസ്ലിംഗ് ബിസ്ട്രോ, കാസ കുസീന, പിന്നെ ഈ പറഞ്ഞ പോലെ ഓംലെറ്റ് സാമിയാങ്, ഇതെല്ലാം ഈ ഒരു ഇവരുടെ എല്ലാ ഔട്ട്ഡോർ സ്പേസും ഈ ഒരൊറ്റ ഏരിയയിലാണ്. സോ ഇതൊരു ഫുഡ് കോർട്ട് പോലെയാണോ ഏട്ടാ? ഫുഡ് കോർട്ട് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു വിന്ററിൽ വന്ന അടിപൊളിയായിരിക്കും കേട്ടോ. കാരണം നല്ല തണുപ്പും പിന്നെ ഇങ്ങനത്തെ ഒരു ഭംഗിയുള്ള ആംബിയൻസിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ നല്ല രസമായിരിക്കും. അപ്പം നമ്മൾ ചൂടെടുത്തിട്ടാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. നേരെ പിന്നില് നമ്മള് പണ്ട് വ്ളോഗ് ചെയ്ത ബബിൾ ടീയുടെ വേറെ ബ്രാഞ്ചാണിത്. ഞങ്ങൾ അന്ന് പോയത് ഫഹീൽ ബ്രാഞ്ചിലാണ്. സോ ബബിൾ ടീ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നിയ വേറൊരു കാര്യം, ഒന്ന് ഇത് സാൽമി ആയതുകൊണ്ടാണോ എന്നറിയില്ല, പിന്നെ ഒത്തിരി കൊറിയൻസും പിന്നെന്താ പറയാ ഈ ഫിലിപ്പീനോസ് ഒക്കെ വരുന്നത് കൊണ്ടാന്ന് തോന്നുന്നു ഇവിടെ ക്യാമറ പിടിച്ചപ്പോ ആരും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല അല്ലേ? ഇത് ഔട്ട്സൈഡ് ഏരിയ മീൻസ് ഇങ്ങനത്തെ ഒരു ഏരിയ ആയതുകൊണ്ടാണ് ആണ്. പക്ഷെ അങ്ങനെയല്ല, പൊതുവേ ഞങ്ങളിപ്പം ഇപ്പൊ തന്നെ നമ്മളിപ്പം ഈ മദാങ്ങില് പോയില്ലേ, അപ്പം നമ്മൾ അതിന്റെ ഓണേഴ്സിനൊക്കെ നമുക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം അവർ ആദ്യം തന്നെ പറയും നമ്മളെ ഷൂട്ട് ചെയ്യരുതേ എന്നുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. മദാങ്ങിലുണ്ടായിരുന്ന ഓണേഴ്സ് 2-3 പേര് അറബ്സ് ആയിരുന്നു അല്ലെ? അറബ്സ് ആയിരുന്നു. അവര് എന്താ പറയാ കൊറിയയിൽ നിന്നൊക്കെ സാധനം ഇമ്പോർട്ട് ചെയ്ത് അങ്ങനെ കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അപ്പം ഇവിടെ പക്ഷെ അറബ്സ് അധികം കാണാനില്ല. ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ ആൾക്കാർ കുറവാണ്. കൂടുതലും ഇവിടുത്തെ ഈ കൊറിയൻസും ഫിലിപ്പീനോസും ഒക്കെ വരുന്നത് കൊണ്ട് ഇവിടെ നമുക്ക് ധൈര്യമായിട്ട് വ്ളോഗ് ചെയ്യാം. ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ചൂട് സഹിക്കാൻ വയ്യാതെ ഞങ്ങൾ വീണ്ടും കൂളറിന്റെ അടുത്തെത്തി ഗൈസ്. നമുക്ക് അതില്ലാതെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇവിടെ ഈ റെസ്റ്റോറന്റ് അലോക്കേറ്റ് ചെയ്ത ഒരു ഏരിയ ഉണ്ട്, അവിടെ മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് ഫുഡ് കോർട്ട് പോലെ അല്ല. ഓരോ റെസ്റ്റോറന്റിനും ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്, ഔട്ട്ഡോർ സ്പേസ്. അപ്പൊ അവിടെ ഇരുന്നിട്ട് വേണം കഴിക്കാൻ. അപ്പൊ നമ്മുടെ ഫുഡ് എത്തി. ഇനി ഫുഡ് കാണാം അല്ലേ? ഫുഡ് നമ്മൾ ഇതാണ് മേടിച്ചത്. കൊറിയൻ ഡേ ആയതുകൊണ്ട് കൊറിയൻ കിംജി ഫ്രൈഡ് റൈസ് ആൻഡ് ഒരു തായ് മാംഗോ സ്റ്റിക്കി റൈസ് ഒരു ഡെസേർട്ടായിട്ടും ഫുഡായിട്ടും മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ഇവിടുത്തെ ഡ്രിങ്ക്സ് ആണ് കേട്ടോ. ലുക്ക് അറ്റ് ദിസ്. ഇത്രയും ഒരു ബൗൾ സെറ്റ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട്. ഇത് മെലൺ ആണ്, ഇത് വാട്ടർമെലൺ. അപ്പൊ നമ്മൾ ഡ്രിങ്ക്സ് പറഞ്ഞപ്പോ എങ്ങനെയാ വരുന്ന വിചാരിച്ചില്ല കേട്ടോ. ഒരു കുട്ടി അംബ്രല്ലൊക്കെ ഉണ്ട്. ഇത് ഞാൻ എന്താ പറയാ എടുത്തു കൊണ്ടുപോകും. ഇതും അയ്യോ സായനാര. ഇനി ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ.
കിംചി എന്താന്ന് ഞങ്ങൾ നോക്കുമായിരുന്നു കേട്ടോ ഗൈസ്. അപ്പൊ കിംചി എന്ന് പറഞ്ഞാൽ ഫെർമെന്റഡ് ക്യാബേജ് അല്ലെങ്കിൽ ഫെർമെന്റഡ് വെജിറ്റബിൾസ് ആണ് ജനറലി. കൂടുതലായിട്ടും ഫെർമെന്റഡ് ആയിട്ടുള്ള ക്യാബേജിനെയാണ് ഈ പറയുന്നത്. ഇവിടെ അവര് പ്ലേറ്റ്സ് ഒന്നും തരുന്നില്ല. സോ നമ്മൾ രണ്ടുപേരും സെയിം ബൗളാണ് ഷെയർ ചെയ്യുന്നത്. കാരണം ക്വാണ്ടിറ്റി കൂടുതലാണ് അല്ലേ, രണ്ടുപേർക്കുള്ള സഫീഷ്യന്റ് ആയിട്ടല്ലേ. രാത്രിയൊക്കെ നമ്മൾ അധികം അങ്ങനെ ഒത്തിരി റൈസ് ഒന്നും കഴിക്കാറില്ല. സോ നമ്മൾ ഒരു ബൗളാണ് മേടിച്ചത്. എങ്ങനെയുണ്ട് കിംചി? ആണോ, നല്ല ടേസ്റ്റ് ഉണ്ടോ? കുറച്ച് സോൾട്ട് പിക്കിളല്ല, കുറച്ച് സോൾട്ട് ആണ് അങ്ങനത്തെ ടേസ്റ്റ്. എന്നാ ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. നമ്മള് ഇപ്പം കൊറിയൻ മിനി മാർക്കറ്റിൽ പോയില്ലേ, അപ്പൊ അവിടെ കണ്ട അതേ ബൗൾ കേട്ടോ. സോ അവരും ഈ ആൽബ കുവൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഇതിൽ നിന്നാണ് അത് കണ്ടത്. സോ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ജസ്റ്റ് ഫുഡ് സെർവ് ചെയ്യാനുള്ള ബൗളാണെന്ന്. സോ ഇറ്റ്സ് സെയിം അതേ ബൗളാട്ടോ അത്. കിംചി കഴിച്ചപ്പം ഞങ്ങൾക്ക് തോന്നിയത് നമ്മുടെ സാധാ ഫ്രൈഡ് റൈസിന്റെ കൂടെ ഒരു പിക്കിള് കൂട്ടി കഴിച്ച പോലെ ഇല്ലേ, അതേപോലെ ഒരു സംഭവമാണ്. പക്ഷെ ടേസ്റ്റിയാണ് കേട്ടോ, നല്ല സംഭവമാണ്. കഴിക്കാനൊക്കെ നല്ല ഒരു എന്താ പറയാ, ഞാൻ എപ്പോഴും സംശയിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇങ്ങനെ കൊറിയൻ ടേസ്റ്റ് ഒക്കെ എനിക്ക് പിടിക്കുമോ എന്ന് അറിയില്ല എന്നൊക്കെ. ചേട്ടനാണ് ഇങ്ങനെ കൊറിയൻ റെസ്റ്റോറൻറ്റിൽ പോകണമെന്ന് പറഞ്ഞത്. ഈ ടേസ്റ്റ് പിടിക്കുമോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഫ്രൈഡ് റൈസും ഇതൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ, കഴിക്കാൻ പറ്റും. പിന്നെ ഇതല്ലാതെ അവിടെ കൊറിയൻ നൂഡിൽസ് അങ്ങനത്തെ ഒക്കെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ബീഫ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ഈ ഒരു ജ്യൂസ് നല്ല ഫ്രഷ് മെലൺ ജ്യൂസ് ആണ്, നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. വാട്ടർ മെലൺ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഫ്രഷ്. പക്ഷെ ഇതിൽ ഷുഗർ ഇടുന്നുണ്ടോ അവര്? അത്രയും ടേസ്റ്റോ? ഇനി അടുത്തത് ഡെസേർട്ട് ആണ് ഗൈസ്. ഇത് ആക്ച്വലി കൊറിയൻ ഡെസേർട്ട് അല്ല, ഇത് തായ് ഡെസേർട്ട് ആണ്. എല്ലാവർക്കും അറിയുന്ന മാംഗോ സ്റ്റിക്കി റൈസ് ഉള്ള കേട്ടോ, നല്ല പ്രസന്റേഷൻ ഒക്കെയാണ്. അപ്പം ഇത് അങ്ങോട്ട് കൊൽഗടിക്കാം അല്ലേ ഏട്ടാ? യെസ്. അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ മാംഗോ സ്റ്റിക്കി റൈസ്? എല്ലാം നൈസാണ്. കോക്കനട്ട് മിൽക്ക് അല്ലേ? അത് ഉറപ്പല്ലേ? നല്ല അടിപൊളി സാധനമാണെന്നാ പറഞ്ഞത്. അപ്പൊ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ ഗൈസ്. മാംഗോ സ്റ്റിക്കി റൈസ് ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ സംഭവമാണ്. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, കാര്യം എന്താ വെച്ചാൽ ഞങ്ങള് കിംച്ചിയും ഈ മാംഗോ സ്റ്റിക്കി റൈസ് രണ്ടിലും റൈസാണ്. സോ ഒത്തിരി റൈസ് കഴിച്ചൊരു ഫീൽ ഒഴിച്ചാൽ, പക്ഷെ അല്ലാതെ ഇത് മാത്രം മേടിച്ചാൽ തന്നെ ഒരു ഫുള്ളാവും അല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട്. മാംഗോസ് ഒക്കെ നല്ല സ്വീറ്റ് ആണ്. പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മളിതിന് മുന്നേ ഉബോണിൽ പോയ സമയത്ത് കുറച്ച് പുളിപ്പുള്ള മാങ്ങയൊക്കെ ആയിരുന്നു അല്ലേ ഇട്ടത് അവര്. ഇത് പുളിപ്പല്ല, ഇത് നല്ല മധുരമുള്ള മാങ്ങയാണ്. ഇറ്റ്സ് വെരി ടേസ്റ്റി. അയ്യോ, ഞങ്ങളുണ്ടല്ലോ ടയേർഡായി പോയി. ഒത്തിരി ഫുഡ് കഴിച്ച പോലെ ഒരു ഫീലാണ് കേട്ടോ. ആകെ ഒരു 2-3 ഐറ്റംസേ പറഞ്ഞുള്ളെങ്കിലും അല്ലേ, പക്ഷെ എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ മാംഗോ സ്റ്റിക്കി റൈസ് ഒന്നും കഴിച്ചു തീർക്കാൻ പറ്റുന്നില്ലായിരുന്നു, ക്വാണ്ടിറ്റി കൂടിപ്പോയി അല്ലേ. രാത്രി ആയതുകൊണ്ടാന്ന് തോന്നുന്നു. ഇത്ര അധികം ഫുഡൊന്നും ഞങ്ങൾ അങ്ങനെ കഴിക്കാറില്ല. പക്ഷേ റെസ്റ്റോറൻറ്റ് ഒരു കുട്ടി റെസ്റ്റോറൻറ്റ് ആണെങ്കിലും നല്ല നീറ്റാണ് കേട്ടോ. പിന്നെ അകത്ത് കുറച്ച് സ്പേസേ ഉള്ളൂ, അപ്പോൾ പുറത്ത് ഇരിക്കുന്നതാണ് ഏറ്റവും അടിപൊളി. ആംബിയൻസ് കൊണ്ടൊക്കെ നല്ല, പിന്നെ കസ്റ്റമർ സർവീസും എല്ലാം അടിപൊളിയാണ്. പിന്നെ ഫുഡും അടിപൊളി അല്ലേ. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. നേരത്തെ ഞങ്ങള് മറ്റേ കൊറിയൻ മിനി മാർക്കറ്റിൽ പോയ സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ആൽബ കുവൈറ്റ് വന്നിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് 2 ബ്രേസ്ലെറ്റ് ഗിഫ്റ്റ് ചെയ്തു. സോ ദിസ് ഇസ് ദ വൺ. അല്ല അയ്യോ അല്ല, ഇതാണ് ഞങ്ങൾക്ക് ആൽബ കുവൈറ്റ് ഗിഫ്റ്റ് ചെയ്ത ബ്രേസ്ലെറ്റ്സ്. ഈ കാണുന്ന ബ്ലാക്ക് ബ്രേസ്ലെറ്റ്, അതിൻ്റെ മേലെ ഒരു ലൈൻഡ് ഹെഡൊക്കെ ഉണ്ട്. സോ അവർ പറഞ്ഞു ലൈൻഡ് ഹെഡ് ഉള്ളത് കൊണ്ട് അത് ഏട്ടന് ഗിഫ്റ്റ് ചെയ്യുവാണെന്ന്. പിന്നെ ഈ കാണുന്ന കളർഫുൾ ബ്രേസ്ലെറ്റ് അത് എനിക്കും. എന്താ പറയുക, വി ആർ ട്രൂലി ഡിലൈറ്റഡ് ആൻഡ് സച്ച് എ തോട്ട്ഫുൾ ആൻഡ് ലവ്ലി ജെസ്റ്റർ അല്ലേ. സോ താങ്ക് യു ആൽബ കുവൈറ്റ്. സോ താങ്ക്സ് ടു ആൽബ.
ആക്ച്വലി അവരുടെ പേര് ആൽബ എന്നാണോ ഏട്ടാ? ആ ആണോ? ആണ് ആൽബ. അതല്ല, ആ ലേഡിയുടെ പേര് ആൽബ എന്നാണോ? ഷോപ്പിന്റെ അവരുടെ ഷോപ്പിന്റെ പേരാണ് ആൽബ കേട്ടോ. അധികവും ലേഡീന്റെ പേര് ഇനി ആൽബ എന്നാവാനാണ് ചാൻസ്. കാരണം അവിടെ ഒരുവിധം ഉണ്ടായിരുന്ന എല്ലാവരുടെയും പേര് വെച്ചിട്ട് തന്നെയാണ് അവരുടെ സ്റ്റോർ നെയിം അല്ലേ? സോ അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഒരു കൊറിയൻ സംഭവം ഞങ്ങള് എക്സ്പ്ലോർ ചെയ്യുന്നതും. ഫുഡ് നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു വട്ടം കഴിച്ചിട്ടുണ്ട് അല്ലേ? കൊറിയൻ ചിക്കൻ നമ്മൾ ചീസ് കേക്ക് ഫാക്ടറിന്ന് കഴിച്ചില്ലായിരുന്നോ? അവിടുന്ന് ഒരു കൊറിയൻ ചിക്കൻ കഴിച്ചപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അതിലൊരു ഹണിയും സെസമി സീഡ്സ് ഒക്കെ ഇട്ടിട്ട് ഒരു മധുരിച്ചിട്ടുള്ള ഒരു ചിക്കൻ ആയിരുന്നു. ഒരു സ്റ്റാർട്ടർ ആയിരുന്നു നമ്മൾ അന്ന് അത് ഓർഡർ ചെയ്തിരുന്നത്. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ കരുതിയത് കൊറിയൻ ഫുഡിന്റെ ടേസ്റ്റ് ഒക്കെ ഇങ്ങനത്തെ ഒരു സംഭവമായിരിക്കുന്ന. പക്ഷെ നോക്കിയപ്പോൾ അങ്ങനെയല്ല. ഇവിടുത്തെ നല്ല നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഫുഡ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ഇനി നമ്മൾ കൊറിയൻ ഇതേപോലെ ചാൻസ് കിട്ടുവാണെങ്കിൽ കൂടുതൽ കാണും അല്ലേ? അയ്യോ ഭയങ്കര സൗണ്ട്. നമ്മൾ കാറിനകത്ത് പോയാലോ? അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സും ഭയങ്കര കുറവാണ്. അതുപോലെ വ്ളോഗിന്റെ വ്യൂസും ഒക്കെ ഭയങ്കര കുറവായിട്ടാണ് ഫീൽ ചെയ്തത്. സോ നിങ്ങൾക്ക് ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. Please do like, share and subscribe to Priyanka Prajit Vlogs. Good night.